നമ്മുടെ ചക്കൻ എന്തൊക്കെ സംഭവിച്ചിട്ടില്ല. ഒരു നായിന്റെ പോലും ജീവിക്കൂലാട്ട. പോലീസിന് സംരക്ഷണം ഇതായിരിക്കല്ലേ പോലീസിന് സംരക്ഷണം. ഒരുത്തരം അടിച്ചിട്ട് കാലടിച്ചാക്കിയ പോലെ. ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് റിബിൻ ആക്രമിക്കപ്പെട്ടത്. നിങ്ങൾ കണ്ടില്ലേ ഈ രംഗത്തു തന്നെ അവന് വായിൽ നിന്ന് പത വരികയാണ്. ആ പത വേണ്ട സമയത്ത് ഈ നരഭോജികൾ എത്ര വട്ടം അവനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇടി റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. അതിഗുരുതരമായ ആരോപണങ്ങളാണ് കണ്ണൂർ ITയിൽ SFIക്കെതിരെ KSU ഉന്നയിക്കുന്നത്. ഒരു സോഷ്യലിസം, ജനാധിപത്യം എന്തൊക്കെ പറയുമ്പോഴും ഒരു തരത്തിലും ഒരു ജനാധിപത്യവുമില്ല, ഒരു സോഷ്യലിസവും ഈ ITയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. SFIക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. എന്തിനായിരുന്നു ഇന്ന് ഈ മർദ്ദനം ഉണ്ടായത് കുട്ടികൾക്ക് നേരെ? ഒന്ന്, ഈ ITക്കകത്ത് SFI ഒരു അക്രമം നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ KSUവിന് ഒരു അവകാശവുമില്ല. നിരവധിയായ വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിൽ കേരളത്തിനകത്ത് കുത്തിക്കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് KSU. നമുക്ക് ITയിലേക്ക് വരാം. നമ്മുടെ കണ്ണൂർ ITയിലേക്ക്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി സംഘർഷമുണ്ടാക്കാൻ, ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരും മറ്റു കോൺഗ്രസുകാരുമെല്ലാം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കാനും അനാവശ്യമായി ക്യാമ്പസിൽ കയറാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അതാണ് നോക്കൂ വൈഷ്ണവ്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് SFIയുടെ ഒരു പ്രവർത്തകൻ വന്ന് അവർ നാട്ടിയ കൊടി വലിച്ചു പറിച്ചിട്ട് പോകുന്നു. നമ്മുടെ മുന്നിൽ നിന്നാണ് പിഴുതു കൊടുത്തു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളുണ്ട്. അല്പസമയം മുമ്പ് അവരുടെ യൂണിറ്റ് പ്രസിഡന്റ് റിബിനെ അവിടെ ഇട്ട് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ കുട്ടിയെ ഏതാണ്ട് 10 മിനിറ്റോളം അടികൊണ്ട് അവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. SFIക്ക് സ്വാഭാവികമായി ഉത്തരവാദിത്തമില്ലേ ഇക്കാര്യത്തിൽ? ഒന്ന് ഞാൻ ഇത് പറഞ്ഞു, ഇവിടെ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ കുറെ നാളുകളായി KSU ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാവിലെ തന്നെ മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടി ബോധപൂർവമായി ഒരു സീൻ സൃഷ്ടിക്കുക, ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ബോധപൂർവമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. SFI ഒരു ഘട്ടത്തിലും ഒരു അക്രമത്തെയും ന്യായീകരിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന കൂട്ടരല്ല, നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ജനാധിപത്യമില്ല ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിരവധിയായ ക്യാമ്പസുകൾക്കകത്ത് നിരവധിയായ വിദ്യാർത്ഥികളെ കത്തികൊണ്ടും കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് KSUക്കാർ. എത്ര SFIക്കാരുടെ പേര് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു കേരളത്തിന് ഒരു കലാലയങ്ങൾക്കകത്തും SFIയുടെ കൈകളാൽ ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എന്തുകൊണ്ട് KSUവിന് ഒരു കൊടി ഉയർത്താൻ പറ്റുന്നില്ല, KSUവിന് യൂണിറ്റ് രൂപീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ എങ്ങനെയാണ്? KSUവിന് ആളില്ലാത്ത ക്യാമ്പസാണ്. KSUവിന് പ്രവർത്തിക്കാൻ പ്രവർത്തകർ വേണ്ടേ? യൂണിറ്റ് പ്രവർത്തകർ വേണ്ടേ? അങ്ങനെ പ്രവർത്തകരില്ലാത്തടുത്ത് SFIക്കാരുടെ സ്വാധീനമുള്ള ക്യാമ്പസാണ് എന്ന് കരുതി ഞങ്ങൾ KSUക്കാരൊക്കെ ആളെ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നടക്കുന്ന കാര്യമാണ്? അവർ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പ്രവർത്തകരുണ്ടെങ്കിൽ പ്രവർത്തിച്ചോട്ടെ, തർക്കം എന്താ? ഇവിടെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പുറത്ത് നിന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ് കുറെ ദിവസങ്ങളായി. ഇത് ആദ്യ സംഭവമല്ല. അന്ന് മാധ്യമപ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായി. പോലീസുകാരെ കൂട്ടി വരുന്നു പുറത്തുനിന്ന്. അവരൊന്ന് പ്രിൻസിപ്പലിനെ വന്ന് കണ്ടാൽ എന്താണ് SFIക്ക്? പ്രിൻസിപ്പളെ കണ്ടാൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് അവരെ തടയുന്നതാണ്? പുറത്തു നിന്ന് ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുകയാണ്. ഒരു ക്യാമ്പസിനകത്ത് പുറത്തു നിന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുമ്പോൾ പ്രകാൻ മുണ്ടേരിയാണോ ക്രിമിനൽ, അതോ അതുലാണോ ക്രിമിനൽ? അതുലിനെയും പറഞ്ഞു. അതൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ പുറത്തു നിന്ന് കേന്ദ്രീകരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ കേന്ദ്രീകരിക്കുന്നുണ്ട്, കോൺഗ്രസുകാർ കേന്ദ്രീകരിക്കുന്നുണ്ട്. ബോധപൂർവമായി സംഘർഷം ഉണ്ടാക്കാൻ, ഈ കലാലയം ആകെ അക്രമത്തിന്റെ കൂടാരമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഈ മണ്ണിന്റെ ചരിത്രം എന്താ? ഈ ക്യാമ്പസിന്റെ ചരിത്രം എന്താ? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിച്ച് മരിച്ച സഖാവ് KC രാജേഷ് എന്ന് പറയുന്ന KC രാജേഷിന്റെ പ്രസ്ഥാനമാണ്.
മണ്ണാണ് ഈ മണ്ണ്. ആ KC രാജേഷിന്റെ മണ്ണ്, അങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെട്ട മണ്ണ്, അവിടെ എങ്ങനെയാണ് അതിന് ഉണ്ടായിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത ഭാഗമായിട്ട് നമ്മൾ SFIയുടെ ചരിത്രത്തെയോ അതിന്റെ പോരാട്ടങ്ങളെ ഒന്നും തിരസ്കരിക്കുന്നില്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുണ്ട്. ഒരു ക്യാമ്പസിനകത്തും IT-ക്കകത്ത് മാത്രമല്ല ഒരു ക്യാമ്പസിനകത്തും ജനാധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം SFIയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കുറെ മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടി ബോധപൂർവമായി നിങ്ങൾക്ക് രാവിലെ തന്നെ വിവരം തന്ന് കുറെ ആളുകളെ കേന്ദ്രീകരിച്ച് ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കി അതെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടു റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം പോലെ പലർക്കും ഉണ്ട്. ഞങ്ങൾക്കതില്ല. ഞങ്ങളെല്ലാം മറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ട് സർവകലാശാല കേന്ദ്രീകരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നത്. ഞങ്ങൾ വിവരാറിഞ്ഞെത്തുകയാണ്. ഞാൻ എത്തിയപാടാണ്, വിവരാറിഞ്ഞെത്തുന്ന ഘട്ടമാണ്. അപ്പോൾ ആ നിലയിൽ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളുകളായി ശ്രമം നടത്തുന്നുണ്ട്. അന്നൊന്നും മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇന്നാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി, ദിവസങ്ങളായി ഈ ക്യാമ്പസിനകത്ത് അക്രമം ഉണ്ടാക്കാൻ KSUവും പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും കേന്ദ്രീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട കോളേജിന്റെ പ്രിൻസിപ്പളെ അറിയിച്ചിട്ടുണ്ട്, മറ്റെല്ലാ ആളുകളെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു ജനാധിപത്യം ഇല്ലാതാക്കാനോ ആരുടെയെങ്കിലും പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയവുമല്ല എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കെ.